ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ ജർമ്മൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, നമ്പേഴ്സും ലെറ്റേഴ്സും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നൗണും ആർട്ടിക്കിൾസിനെ കുറിച്ചുമാണ്. ബേസിക്കലി ജർമ്മനും ഇംഗ്ലീഷും ഇന്നലെ നമ്മൾ കുറച്ച് നമ്പർ സിസ്റ്റം ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ആൽഫബറ്റ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ആ, ബെ, സെ, ഡെ, എ, എഫ്, ഗെ, ഹ, ഐ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പെ, കു, എർ, എസ്, ടെ, യു, ഉ, ഫൗ, വെ, എക്സ്, സിലോൺ, സെറ്റ്, ലൗട്ട്, ഉ, ഔ, സെറ്റ്. സോ ബേസിക്കലി നമ്മൾ അതിൻ്റെ എല്ലാ എക്സാമ്പിൾസും സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഇഗ്നോർ ചെയ്തോളാൻ. ദി, ദാസ് എന്നൊക്കെ പറയുന്ന സാധനം അത് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും, എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോന്നിനും ദി, ദാസ് എന്നൊക്കെ ഇട്ടേക്കുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് വേണ്ടത് നമ്പർ സിസ്റ്റം. ഞാൻ പറഞ്ഞു ഒരു ട്രിക്ക്, 20 വരെ പഠിച്ചാൽ മതി, ബാക്കി നമുക്ക് അതിൻ്റെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അത് കഴിഞ്ഞ് ഡ്രൈസേൻ, ഫിയർസേൻ, ഫുൺസേൻ, സെക്സേൻ, സിപ്സേൻ, അക്സേൻ, നോയൻസേൻ, സ്വാൻസിഷ്. പിന്നെ നമ്മൾ അറിയേണ്ടത് ഡ്രൈസിഷ്, ഫിയർസിഷ്, ഫുൺസിഷ്, സെക്സിഷ്, സിപ്സിഷ്, അക്സിഷ്, നോയൻസിഷ്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 83, 83നെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ആദ്യം 3നെ കുറിച്ച് പറയണം, അത് കഴിഞ്ഞ് 8നെ കുറിച്ച് പറയണം. ഡ്രൈ ഉണ്ട് അക്സിഷ്. 56ന് നമ്മൾ ആദ്യം 6 പറയും, എന്നിട്ട് ഫുൺസിഷ് എന്ന് പറയും. സെക്സ് und ഫുൺസിഷ് എന്ന് പറയും. 38നെ നമ്മൾ അക്ട് und ഡ്രൈസിഷ് എന്ന് പറയും. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സെൻറ്റൻസ് ഫോർമേഷൻ. സോറി, ലൈക്ക് ബിഗർ നമ്പേഴ്സ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഒരു എക്സാമ്പിൾ 123 ആണെങ്കിൽ 100 ഡ്രൈ und സ്വാൻസിഷ് എന്ന് പറയും. 138 ആണെങ്കിൽ 100 അക്ട് und ഡ്രൈസിഷ് എന്ന് പറയും. അപ്പോൾ ആദ്യം എപ്പോഴും രണ്ടാമത്തെ അക്കം പറഞ്ഞിട്ട് വേണം ആദ്യത്തെ അക്കത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ജർമ്മൻ്റെ ബേസിക് ഐഡിയ. പിന്നെ നമുക്ക് കുറച്ച് ബേസിക് ഫ്രേസസ് നമ്മൾ ഇന്നലെ കവർ ചെയ്തായിരുന്നു. ഗുട്ടൻ മോർഗൻ, ഗുട്ടൻ ടാഗ്, ഗുട്ടൻ ആബൻഡ്, ഗുട്ടൻ ആക്ട്, ഡാങ്കെ ഷോൺ, ബിറ്റെ ഷോൺ, എസ് ടുട്ട് മിർ ലൈഡ്, എൻട്രുലുഗൻ സി, വി ഗെറ്റ് എസ് ഇനൻ, എസ് ഫ്രൂയറ്റ് മിഷ്, വി ഹൈസൻ സി, മൈ നാമ ഇസ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഫ്രേസസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ലെക്ചറിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ആർട്ടിക്കിളാണ്. ഞാൻ പറഞ്ഞതുപോലെ ബേസിക്കലി ആർട്ടിക്കിൾ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആർട്ടിക്കിള് നൗൺസ്. അപ്പം നമ്മൾ നൗണിൽ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിലെ എല്ലാ നൗണും ക്യാപിറ്റലൈസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ദ ബൗം ഈസ് ഗ്രൂൺ. അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ബൗം എന്നുള്ളതാണ് ഇവിടുത്തെ നൗണ്. ബി ക്യാപിറ്റൽ ആയിരിക്കണം. ദ ട്രീ ഈസ് ഗ്രീൻ. അപ്പോൾ ദർ ആർ വേർഡ്സ് ദാറ്റ് ഡിഫൈൻ ആനിമൽ, ഒബ്ജക്ട്സ്, പ്ലേസസ്. അതാണ് നൗൺ. നമുക്കറിയാമല്ലോ ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ ഷൂസ് ആർ ബിഗ് എന്ന് പറയുമ്പോൾ ഷൂ ആണ് ഇതിലെ നൗൺ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇംഗ്ലീഷിൽ ഉള്ള പോലെ. ഇതിനകത്ത് ദ ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, അതിനകത്ത് ബുക്കാണ് നൗണ്. അപ്പം ജർമ്മനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൗൺ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ബി, എസ്, ബൗ, അങ്ങനെ ഷൂവിൻ്റെ ഷൂവ്, അങ്ങനെ എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പം നമുക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ജർമ്മൻ നൗൺസ് ഓഫ് ജെൻഡേഴ്സ്. ബേസിക്കലി അതുകൊണ്ടാണ് ഇവിടെ ദറും ദാസും ഒക്കെ വന്നേക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. 3 ജെൻഡേഴ്സ് ആണുള്ളത്: മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രൽ. അപ്പോൾ ബേസിക്കലി ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ആർട്ടിക്കിൾസ് വരുമ്പോൾ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നൗൺ എപ്പോഴും, അതായത് ലിംഗം അനുസരിച്ചിട്ടാണ് ഇതിനകത്തുള്ളത്. അതായത് ഒരു പേന, അത് ഫീമെയിൽ ആയിരിക്കാം, മെയിൽ ആയിരിക്കും. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു മാച്ചൻ എന്ന് പറഞ്ഞാൽ കുട്ടി, പെൺകുട്ടി എന്ന് പറഞ്ഞത് ഫെമിനൈൻ ആണ്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ ആർട്ടിക്കിൾ എപ്പോഴും ഫെമിനൈൻ ആയിരിക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ റിഗാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാര എന്നുള്ളത് ഒരു
ന്യൂട്രൽ നൗൺ ആണ്. ന്യൂട്രൽ നൗൺ ആകുമ്പം അതിന്റെ ആർട്ടിക്കിൾ ദസ് ആയിരിക്കണം. അപ്പൊ ബേസിക്കലി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്, നോട്ട് ചെയ്യുക. ദർ, ദി, ദാസ്. ദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലിൻ ആണ്, ദി എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ ആയിരിക്കണം, ദാസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രലിന്റെ കൂടെ പോകുന്നത്. അതായത് മസ്കുലിൻ ആയിട്ടുള്ള നൗണിന്റെ കൂടെ ദറും ഫെമിനൈൻ ആയിട്ടുള്ള നൗണിന്റെ കൂടെ ദിയും ന്യൂട്രൽ ആയിട്ടുള്ള നൗണിന്റെ കൂടെ ദസും പോകും. അപ്പൊ ദർ, ദി, ദാസ് എന്ന് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. അതിൻ്റെ കൂടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ നമുക്ക് ഐൻ, ഐന് എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്കുലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഐന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫെമിനൈൻ ആയിട്ടുള്ള നൗണുകളെ ഐന് എന്ന് വെച്ചിട്ടും മസ്കുലിൻ ആയിട്ടുള്ള നൗണുകളെ ഐൻ വെച്ചിട്ടുമാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഐന്, ഐന് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിലെ എ എന്ന ആർട്ടിക്കിളിന് തുല്യമാണ്. ദർദി ദാസ് എന്നുള്ളത് ഇംഗ്ലീഷിലെ ദ എന്ന ആർട്ടിക്കിളിന് തുല്യമാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. ദർ ദി ദാസ് മസ്കുലിൻ ആയിട്ടുള്ളത്, അതായത് ദ അങ്കിൾ, ദർ ഒങ്കൽ, ദർ സാനാസ്റ്റ്, ദ ഡെന്റിസ്റ്റ്, ദർ പോലീസിറ്റ്, ദ പോലീസ്മാൻ. അപ്പൊ ബേസിക്കലി ദർ വന്നു ഇവിടെ. ദർ എന്നത് ഇതെല്ലാം ഇതെല്ലാം മസ്കുലിൻ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ ദ എന്നാണ് വരുന്നത്. ഫെമിനൈൻ ആയിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ. ദി ടാൻഡെ, ദി സാനാസ്റ്റിൻ, ദി പോളിസ്റ്റീൻ. അപ്പം അതിൻ്റെ കൂടെ എല്ലാം നമ്മൾ ദായാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ദി എന്ന ദ എന്ന് ഇംഗ്ലീഷിൽ ചേർക്കുന്നത്. പക്ഷെ നമ്മൾ ജർമ്മനിൽ അതെല്ലാം ഫെമിനൈൻ ആയതുകൊണ്ട് ദി എന്ന ആർട്ടിക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ന്യൂട്രൽ ആയിട്ടുള്ളതാണെങ്കിലോ ദസ് എന്ന ആർട്ടിക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഗേൾ, ദി ഹൗസ്, ദ ബെഡ്. അപ്പം ബേസിക്കലി ഇംഗ്ലീഷിൽ ദി ആണുള്ളത്, പക്ഷെ നമുക്ക് ജർമ്മനിൽ മാച്ചൻ, ഹൗസ്, ബെഡ് എല്ലാം ന്യൂട്രൽ ആയിട്ടുള്ള നൗണുകളാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ദസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. ദസ് മാച്ചൻ, ദസ് ഹൗസ്, ദസ് ബെഡ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഒന്ന് നോക്കാം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഇവിടെ കണ്ടിരുന്നു കുറെ വേർഡുകൾ. അപ്പൊ അത് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്, ഇത് ക്ലോസ് ചെയ്യുന്നു. കഴിഞ്ഞ ലെക്ചർ ഞാൻ ഓപ്പൺ ചെയ്തോട്ടെ. അപ്പോൾ ബേസിക്കലി അതിനകത്ത് നമുക്കറിയാം, ഇവിടെ ABCD നമ്മൾ പഠിച്ചപ്പം ഓരോ ആർട്ടിക്കിളും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ദി ആംഫൽ, ആമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെമിനൈൻ ആണ്, അതുകൊണ്ട് ദി വന്നു. ദസ് ബുക്ക്, ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ആണ്, അതുകൊണ്ട് ദസ് വന്നു. സൈബർ കഫെ ന്യൂട്രൽ ആണ്, അതുകൊണ്ട് ദസ് വന്നു. ദി എൽറ്റേൺ, പേരൻസ് എന്നുള്ളത് ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെ ആർട്ടിക്കിൾ കറക്റ്റ് വരും. പേരൻസ് എന്നുള്ളത് പ്ലൂരൽ ആണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ ദി വന്നു. പിന്നെ ഫ്രൗ എന്നുള്ളത് അത് ബേസിക്കലി ഫെമിനൈൻ ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്, ദി വന്നു. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആർട്ടിക്കിൾ ഫോർമേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ബേസിക്കലി ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ നമ്മൾ ഐനും ഐനും ഉണ്ട്. ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐൻ അങ്കിൾ, ആൻ അങ്കിൾ. ഐൻ സാനാസ്റ്റ്, എ ഡെന്റിസ്റ്റ്. ഐൻ പോലീസിറ്റ്, എ പോലീസ്മാൻ. ഐൻ ടാൻഡെ, ആൻ ഓണ്ട്. ഐൻ സാനാസ്റ്റിൻ, എ ഡെന്റിസ്റ്റ്. ഐൻ പോലീസ്റ്റിൻ, എ പോലീസ് വുമൻ. ഇപ്പൊ ബേസിക്കലി ഐന് എന്നുള്ളത് ഫെമിനൈനിന്റെ കൂടെ എല്ലാം ഈ വരും, മസ്കുലിൻ്റെ കൂടെ എല്ലാം ഈ വരത്തില്ല. അതാണ് മെയിൻ ഡിഫറൻസ് ഇവിടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസും വരുന്ന ഡിഫറൻസസ്. അപ്പൊ നമുക്ക് ജർമ്മൻ പ്ലൂറൽ ഫോർമേഷനെ കുറിച്ചും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദർ ആർ സെവറൽ വേസ് ടു ഫോം പ്ലൂറൽ. അപ്പൊ അതിനകത്തുള്ള ചില മെത്തേഡ്സ് എൻഡിങ് ഫോർമേഷനാണ് എൻ അല്ലെങ്കിൽ EN, ER അഥവാ ER, എസ്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ എസ് വെച്ചിട്ടാണ് മിക്കതും അല്ലെ. ആണ്ടീസ്, IES ഉണ്ട്, അങ്ങനെ പല ഫോർമേഷൻ ഉണ്ട്. അങ്കിൾസ്, ES ഉണ്ട്, ES ഉണ്ട്. അതേപോലെ ജർമ്മനിലുള്ള ഫോർമേഷൻ, പ്ലൂറൽ ഫോർമേഷന്റെ എൻഡിങ്ങുകൾ വരുന്നത് N അഥവാ EN, ER അഥവാ ER, S എന്നിവയിലാണ് വരുന്നത്.
ഇപ്പോൾ certain vowels മാറ്റിക്കൊണ്ട് ഇരിക്കേണ്ടി വരും certain nounsൽ. Other nouns remain unchanged. There are some rules that can help us form the plural, but like any other language, there are exceptions. അപ്പം നമുക്ക് പ്ലൂറൽ ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്ലൂറൽ ഫോം ചെയ്യുമ്പം ദ സ്കിൻഡ് ചൈൽഡ്, ദി കിൻഡർ, അതായത് പ്ലൂറലിൻ്റെ കൂടെ എപ്പോഴും ദി എന്ന ആർട്ടിക്കിളാണ് വരുന്നത്. ദി ഫ്രൗ, വുമൻ. അപ്പോൾ ഫ്രൗവൻ എന്ന് പറഞ്ഞാൽ വുമനുള്ള ആ പ്ലൂറൽ നൗണിൻ്റെ കൂടെ ദി എന്ന ആർട്ടിക്കിളാണ് വരുന്നത്. ദർ ആപ്പിൾ, ദി ആപ്പിൾ. ദി ആപ്പിൾ എന്ന പ്ലൂറൽ വരും, ദി ആപ്പിൾസ് എന്ന് വരും. അപ്പൊ ബേസിക്കലി നിങ്ങൾക്ക് ഏകദേശം ദർദിദാസിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി നൗണിൻ്റെ കൂടെയുള്ള ലെറ്റേഴ്സ് ശ്രദ്ധിക്കുക. ബി, എസ്, ബി എന്ന അത് എപ്പോഴും ക്യാപിറ്റൽ ആയിട്ട് വരും നൗൺ ഒരു ഇതിനകത്ത്, സെന്റൻസിനകത്ത്. പിന്നെ മാസ്കുലിൻ, ഫെമിനൈൻ, ന്യൂട്രൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ദർ, ദി, ദാസ് എന്ന് വരും. പിന്നെ നമ്മൾ ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റ് ആർട്ടിക്കിൾസിനും രണ്ട് ഫോർമേഷൻ വരുന്നുണ്ട്. അതായത് മസ്കുലിൻ, ഫെമിനൈൻ, ന്യൂട്രലിനകത്ത് ദർദീദാസ് ആണ് ഒന്ന്. പിന്നെ മസ്കുലിനും ഫെമിനൈനും അതിനനുസരിച്ച് ഐന്, ഐന് എന്ന ആർട്ടിക്കിൾ വരും. ഇംഗ്ലീഷിലെ എക്ക് തുല്യമായിട്ട്, ജർമ്മനിൽ ദായ്ക്ക് തുല്യമായിട്ട് ദർ, ദി, ദാസ് എന്ന് സെപ്പറേറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി ദർദീദാസിന്, പിന്നെ ഐന് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കി. അപ്പോൾ ജർമ്മൻ പ്ലൂറൽ ഈസ് ഫോംഡ് ഇൻ സെവറൽ വേസ് എന്നും ഡിസ്കസ് ചെയ്തു. ബാക്കി നമുക്ക് ഇത്രയും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. നമ്പർ സിസ്റ്റവും ലെറ്റേഴ്സും ഒക്കെ ഒന്ന് റിനൗൺസ് ചെയ്യുക. ബേസിക്കലി ഒന്ന് തന്നെ ഒന്ന് പഠിച്ചു നോക്കുക. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദർദീദാസ് ആ ഒരു കുറേ ആർട്ടിക്കിളുടെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിരിക്കണം. അതായത് അങ്കിള്, അതാണ് ജർമ്മനിൽ ഇച്ചിരി പഠിച്ചു തുടങ്ങുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഓരോ ആർട്ടിക്കിളും ഏത് ഫെമിനൈൻ ആണ്, ഏത് ലൈക്ക് മസ്കുലിൻ ആണ്, ഏത് ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് ദർദീദാസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രാമർ ചെയ്യുമ്പോൾ ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ വരും. അപ്പോൾ ബേസിക്കലി നൗൺസ് അതിൻ്റെ ലിംഗവും പഠിക്കുന്നതാണ് ഫസ്റ്റ് ചലഞ്ച് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ള കുറേ വൊക്കാബുലറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് വൊക്കാബുലറി. അതിൻ്റെയൊക്കെ നമ്മൾ ദർദീദാസും പഠിക്കേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ലെക്ചറുകളിൽ നമുക്ക് കവർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.